കേരള സ്റ്റോറി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ലോകത്തെ നടുക്കിയ കേരളത്തിൻ്റെ കഥ എന്ന ക്യാപ്ഷനോടെ എക്സിലായിരുന്നല്ലോ ദൂരദർശൻ ഇത് പോസ്റ്റ് ചെയ്ത്. ഇന്ന് രാത്രി 8 മണിക്കാണ് ചിത്രത്തിൻ്റെ സംപ്രേഷണം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ എത്രയും വിവാദങ്ങൾ ഉയരുന്നു അത്രയും പ്രേക്ഷകരെ കിട്ടുമെന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു അപ്രഖ്യാപിത വിലക്ക് കേരള സ്റ്റോറി അത് തിയേറ്റർ റിലീസ് ചെയ്ത സമയത്തുണ്ടായിരുന്നു. തിയേറ്ററുകളൊന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. OTT പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോഴും എത്രത്തോളം ആളുകൾ കണ്ടു എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ദൂരദർശനിൽ അധികം ആളുകൾ ഇത് കാണുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും ഒക്കെ ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സ്റ്റോറി എന്ന സിനിമ ഒരുപക്ഷെ തിയേറ്ററുകളിലേക്ക് ഇറങ്ങുന്ന സമയത്തും കേരളത്തിൽ നിന്നും ശക്തമായൊരു പ്രതിഷേധം അല്ലെങ്കിൽ ശക്തമായൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇന്നലെയാണ് ദൂരദർശൻ ഈ കാര്യം, അതായത് ഇന്ന് രാത്രി 8 മണിക്ക് കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നുവെന്ന് ഇന്നലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. അതിനുശേഷമാണ് CPM-ഉം കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ രംഗത്തെത്തിയിട്ടുള്ളത്. ആദ്യം കേരള മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. ഭാരതത്തിൽ സംഭവിച്ച യഥാർത്ഥ സംഭവങ്ങൾ എന്ന പേരിൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ കേരള സ്റ്റോറി എന്ന സിനിമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംപ്രേഷണം ചെയ്യുന്ന നിലപാടിൽ നിന്നും ദൂരദർശൻ പിൻവാങ്ങണം. അതോടൊപ്പം തന്നെ ഇലക്ഷൻ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലിരിക്കുന്ന ഒരു വാർത്താവിനിമയ ചാനലിലൂടെ കേരളത്തിലെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സിനിമ സംപ്രേഷണം ചെയ്യുന്നതിൽ എതിരഭിപ്രായമുണ്ട്. ഈ നിലപാടിൽ നിന്നും പിന്മാറണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന ഇറക്കിയത്. അതേ തുടർന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇതേ സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ഇവരുടെ ചുവട് പിടിച്ചുകൊണ്ട് പക്ഷേ CPM-ന്റെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും കേരള സ്റ്റോറി പ്രക്ഷേപണം ചെയ്യുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് രാത്രി ദൂരദർശനിൽ രാത്രി 8 മണിക്ക് കേരള സ്റ്റോറി എന്ന യഥാർത്ഥ സംഭവത്തെ തുടർന്ന് ഉണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു സിനിമ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ലവ് ജിഹാദിനെ കുറിച്ചുള്ള കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിലുടനീളം കാണിക്കുന്നത്. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രം, അതോടൊപ്പം ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ നേടിയ ചിത്രവുമാണ് ഈ കേരള സ്റ്റോറിയിൽ പറയുന്നത്. ശാലിനി എന്ന യുവതി ഫാത്തിമയായി മാറുന്നതും കേരളത്തിലെ യുവാക്കൾ അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധത്തിനുമായിട്ടും അതോടൊപ്പം തന്നെ തീവ്രവാദ ബന്ധങ്ങളിലൊക്കെ പോകുന്ന ഒരു സിനിമ ഒരുപക്ഷെ ഒരു കുറഞ്ഞ തോതിലെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എടുത്ത സിനിമയെ അതിശക്തമായ രീതിയിൽ തന്നെയാണ് CPM-ഉം പിണറായി വിജയനും എതിർക്കുന്നതെന്ന് വേണം പറയാൻ. നമുക്കറിയാം എല്ലാ കാലവും CPM-ന്റെയും കോൺഗ്രസിന്റെയും നയം എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനം തന്നെയായിരുന്നു. ഒരുപക്ഷെ യഥാർത്ഥ സംഭവങ്ങളെ കണ്ണടച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനും വോട്ട് ബാങ്കിനും വേണ്ടിയിട്ട് CPM നടത്തുന്ന കള്ളക്കളികൾ എല്ലാ കാലവും പുറത്തു വന്നിട്ടുള്ളതാണ്. അതും ജനങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വീകാര്യത എങ്ങനെയാണ് ഈ സിനിമയെന്ന് അതിൻ്റെ കളക്ഷൻ റേറ്റ് ഒക്കെ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. 200 കോടിയിലധികം രൂപയായിരുന്നു ഈ സിനിമയിലൂടെ വരുമാനം ലഭിച്ചത്. അപ്പോൾ വരുമാനത്തിനുപരി ജനങ്ങൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥ സംഭവത്തെ ഒരു യാഥാസ്ഥികതയെ തിരിച്ചറിയുന്നതെന്നാണ് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാക്കിയത്. അവിടെയാണ് CPM-ഉം കോൺഗ്രസും ഒരുപോലെ രാഷ്ട്രീയം കളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ തിരഞ്ഞെടുപ്പുമായി ഈ സിനിമയെ കൂട്ടി വായിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിനിമ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ കാര്യമായി ബാധിക്കും എന്നൊക്കെയാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇരുമുന്നണികൾ അതായത് കോൺഗ്രസ് ആയാലും CPM ആയാലും ഇത്തരത്തിൽ ഈ കേരള സ്റ്റോറി സിനിമ കേരള സ്റ്റോറി സിനിമ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ നിലപാടുകളും പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാത്രി ദൂരദർശനിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുമെന്ന് തന്നെയാണ് ദൂരദർശന്റെ നിലപാട്. ടിന്റു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്.